യേശുവിൻ്റെ കൂട്ടായ്മയിൽ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും വായിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമ്മളെ അനുവദിച്ചതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ്. ഒരു വ്യക്തി ബ്ലസ്ഡ് ആണെങ്കിൽ, ദൈവാനുഗ്രഹം ആ വ്യക്തിയിൽ സമൃദ്ധമായിട്ടുണ്ടെങ്കിൽ, അവൻ എപ്പോഴും നല്ല ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഒന്നിനെ ഓർത്തും ആകുലപ്പെടേണ്ട കാര്യം ആ വ്യക്തിക്കില്ല. ഈ ലോകത്തോട് യാചിക്കുന്നതിന് പകരം, ഈ ലോകത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നതിന് പകരം സർവശക്തനായ ദൈവത്തിലാണ് നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്നതെങ്കിൽ, നമ്മൾക്ക് വേണ്ടതെല്ലാം, അതെത്ര വേനൽ പോലത്തെ മരുഭൂമി അവസ്ഥയാണെങ്കിൽ പോലും നമുക്ക് വേണ്ടതെല്ലാം ലഭിക്കുക തന്നെ ചെയ്യും. നമുക്ക് വിശ്വസ്തയോടെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. നിങ്ങളുടെ ഓരോ നിമിഷവും അനുഗ്രഹമായി മാറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം ഈ ലോകത്തിലെ നമ്മുടെ രക്ഷകനും നാഥനുമായ ഏക ദൈവമായ യേശുക്രിസ്തുവിൻ മുന്നിലേക്ക് ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ആ കർത്താവിൻ്റെ മുന്നിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഈ ലോകത്തിൽ ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ, അത് സർവശക്തനായ ദൈവം തന്നെയാണ്. ഈശോയിലൂടെയാണ് നമ്മൾക്ക് രക്ഷ നേടുന്നത്. ആ ഈശോയുടെ സമാധാനം സന്തോഷത്തോടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.